ലിജീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന ആരോപണം സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണർ തലവൊക്കും, പ്രശ്നങ്ങളുണ്ടാകും, അതിനുശേഷം രാത്രിയുടെ മറവിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയത് കോംപ്രമൈസ് ചെയ്യും എന്നതായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയിരുന്ന ആരോപണം. ഇപ്പോൾ ഈ വിഷയത്തിലും സർക്കാരിന് വിസിമാർ പങ്കെടുക്കണമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നില്ല. കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവസാനം വിസിമാർ പങ്കെടുത്തു, അത് വിവാദമായി. മന്ത്രിമാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം മനഃപൂർവ്വം ബോധപൂർവം സൃഷ്ടിച്ചു എന്നതാണ് ആരോപണം. വളരെ രസകരമായ സംസാരമാണ് നടന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് കൊച്ചിയിൽ വിജ്ഞാനസഭ എന്ന പേരിൽ RSS ഒരു പരിപാടി സംഘടിപ്പിച്ചു. അത് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കകത്ത് ഭാരതീയതയും അതുപോലെ അവരുടെ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ കാവ്യവൽക്കരിക്കാം എന്ന രീതി പഠിക്കാനും അതിനകത്ത് എന്തൊക്കെ ഉൾച്ചേർക്കാനും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിശാലാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളനമാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സമ്മേളനത്തിനകത്ത് അവർ സംഘടിപ്പിക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ആ സമ്മേളനത്തിനകത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കണം, ഇത് ഗവർണർ പങ്കെടുക്കുന്നുണ്ട്, ചാൻസലർ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അല്പത്തരമാണ്. കാരണം നമുക്കറിയാം, സർവകലാശാലകളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നതാണ്. കേരളത്തിലെ സർവകലാശാലകളൊക്കെ ലോകത്തിന് തന്നെ മാതൃകയായ സർവകലാശാലകളാണ്. അതിനകത്തൊക്കെ VCമാരായി പലപ്പോഴും വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയേറെ ഉന്നത ശീർഷന്മാരായ വ്യക്തിത്വങ്ങളാണ് ഇതുപോലെ വൈസ് ചാൻസലർ പദവിയിലേക്കൊക്കെ വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ ചാൻസലർ എന്ന് പറയുന്ന സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് RSS അവരുടെ അജണ്ട നടപ്പിലാക്കി തുടങ്ങുകയാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് 4 VCമാർ, അതിൽ 3 VCമാരാണ് ഈ വിജ്ഞാനസഭയിൽ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. ഒരു VC അതുമായി ബന്ധപ്പെട്ട സെമിനാർ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 VCമാരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ RSS എന്താണോ പറയുന്നത് അത് അതേപടി സ്വീകരിക്കുന്ന, ഇനി RSS പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്ത് അവരോട് ഭക്തി കാണിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന VCമാരാണ്. അത് കാലിക്കറ്റിലെ VC പ്രൊഫസർ രവീന്ദ്രൻ സാറായാലും അതുപോലെ തന്നെ മോഹനൻ കുന്നുമ്മലായാലും കണ്ണൂർ VC ആയാലും എല്ലാം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞാണ് രസം. BJPയുടെ പ്രതിനിധി പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ സൃഷ്ടിച്ചതാണ്. ഉന്നത വിദ്യാഭ്യാസ BJP പ്രതിനിധി അല്ല സംസാരിച്ചത്, ശ്രീ RS ശശികുമാറാണ് സംസാരിച്ചത്. ശ്രീ ലിജീഷ്, BJP പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്യാംരാജ് ആണ്. ശ്യാംരാജിലേക്ക് ഞാൻ പോയിട്ടില്ല. ആയിക്കോട്ടെ, വരട്ടെ, ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് BJP പ്രതിനിധിയാണെന്ന്. അത് ചിലപ്പോൾ എന്റെ തെറ്റിദ്ധാരണയായിരിക്കും. പക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുക അയാൾ BJPയുടെ പ്രതിനിധിയാണെന്ന്. ഇനി നിങ്ങൾ എങ്ങനെയും വ്യാഖ്യാനിക്കും. ഇപ്പോ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇതിന്റെ സമ്മേളനം ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ എന്ന്. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടെന്നല്ലേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ പറയാൻ സമയമൊക്കെ ഉണ്ടല്ലോ, 1 മണിക്കൂർ ഉണ്ടല്ലോ. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത്. ഇതിന്റെ ഇടയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒരു പരിപാടി കേരളത്തിനകത്ത് സംഘടിപ്പിക്കുമ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായൊക്കെ ആലോചിച്ചിട്ടാണ് സംഘടിപ്പിക്കേണ്ടത്. അത് മാത്രമല്ല, അതിനകത്ത് വരുന്ന വിഷയങ്ങളായാലും പ്രബന്ധങ്ങളായാലും ചർച്ചകളായാലും എല്ലാം അതിനൊക്കെ കൃത്യമായ വ്യക്തതയായ കാര്യങ്ങളുണ്ട്. കൃത്യതയും വ്യക്തതയും ഒക്കെ വേണം. അത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ ആലോചിക്കണം. ശ്രീ ലിജീഷ്, ഞാൻ ചോദിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് അങ്ങനെ ഒരു കൂടിയാലോചനയെ ഇല്ലാതെയാണ് ഈ പരിപാടി നടക്കുന്നതെന്ന ധാരണ ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് VCമാർ ഇങ്ങനെ ഈ മതനിരപേക്ഷമല്ലാത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയൊക്കെയുള്ള സംഘടനയുടെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാത്തതാണോ? എന്തുകൊണ്ടാണ് അവർ വ്യക്തിപരമായി പങ്കെടുക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ആദ്യം ഒരു ന്യായീകരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാക്കിയത് എനിക്ക് പറയാനില്ല, അത് ക്ലിയറാണ്. അതെ, ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടത്. ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവര് പങ്കെടുത്തതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തതയോടെ പറഞ്ഞു കഴിഞ്ഞു. ഈ കേസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ചിട്ടൊന്നുമല്ല ഈ വിജ്ഞാനസഭയും ഈ മോഹൻ ഭാഗവതിന് RSSന്റെ മേധാവിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് പരിപാടി സംഘടിപ്പിക്കുന്നത്.
അതിനകത്ത് ചാൻസലർ പങ്കെടുക്കുകയാണ്. എന്നിട്ട് മോഹൻ ഭാഗവത് അതുപോലെ ഇവരുടെ RSSന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഈ പോകുന്ന VC-മാർക്ക് അറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, VC-മാർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പൊസിഷൻ ഏതാണെന്ന്. ഈ പറയുന്ന 3 ആളായാലും 4 ആളായാലും അവർക്കൊക്കെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാന്യത എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ പദവിയിലാണ് VC-മാർ ഇരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ പദവിയേ അല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമേ അല്ല. ഇവരെല്ലാം ഈ അടുത്ത കാലത്ത് എടുക്കുന്ന നിലപാടെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ ചേംബറിൽ വെച്ച് ഒരു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചു. അത് സേവാഭാരതിയുടെ സേവാനിധിയുമായി ബന്ധപ്പെട്ട RSSന്റെ നേതാക്കന്മാർ വന്നിട്ട് പരിപാടി സംഘടിപ്പിക്കുകയാണ്. VC-യുടെ ചേംബറിൽ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം, ജില്ലാതല മലപ്പുറം ജില്ലയുടെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്. അങ്ങനെ RSSന്റെ പക്ഷപാതിത്വപരമായി RSSന് വിടുപണി ചെയ്യുന്ന ആളുകളായി VC-മാർ മാറുകയാണ്. ഇത് എങ്ങോട്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപകടകരമായ പ്രശ്നം. അതുകൊണ്ടാണ് ഈ വിജ്ഞാന സഭയായാലും RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്തായാലും അതിനെയൊക്കെ തിരിച്ചറിയാനുള്ള വിവേകശേഷിയുള്ള VC-മാരാണ് വരേണ്ടത്. അല്ലാതെ കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ താങ്കൾ ഈ പറഞ്ഞത് കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രന്റെ കാര്യത്തിലാണെങ്കിൽ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സജുവിന്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, മോഹനൻ കുന്നുമലിന്റെ നിയമനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ, ഡോക്ടർ ബിജുകുമാറിന്റെ നിയമനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ, ബിജുകുമാറിന്റെ VC-ആയി നിയമിച്ചതിന് ശേഷം നൽകിയ സ്വീകരണവും ഒക്കെ അറിയാമല്ലോ. അവർ രണ്ടും പങ്കെടുത്തതിൽ കുറ്റക്കാർ ആരാണ് ലിജീഷ്? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയോ? ഇത് ഇവർക്കൊക്കെ വൈസ് ചാൻസലർമാരായി തുടരാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ അധികാരത്തിന്റെ അപ്പക്കഷ്ണം കിട്ടി അതെല്ലാം പോയി നുകരാനുള്ള ആർത്തിയാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ കാലിക്കറ്റ് VC-യുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റിലേക്ക് മത്സരം വന്നപ്പോൾ അവിടെ ഇടതുപക്ഷത്തിനെതിരായി മത്സരിച്ച ആളായിരുന്നു പ്രൊഫസർ രവീന്ദ്രൻ സാറ്. മത്സരിച്ചു പരാജയപ്പെട്ടു, അത് സ്വാഭാവികം, അതങ്ങനെ നിൽക്കട്ടെ. അയാൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അവിടുത്തെ അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു. എന്തേ നിങ്ങളത് പറയാത്തത്? അധ്യാപക സംഘടനയുടെ നേതാവാണ് പ്രൊഫസർ രവീന്ദ്രൻ എന്ന് പറയുന്ന ആള്. അയാൾ പിന്നീട് BJPക്ക് അനുകൂലമായ കുറച്ച് ലേഖനങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേക്ക് BJP-ആയി മാറുക, അതിനുശേഷം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, എന്നിട്ട് താൽക്കാലിക VC-ആയി വരിക. ഇനി സ്ഥിരം VC-ആക്കാൻ പറ്റുമോ എന്നുള്ള താവളം തേടുകയാണ് VC-മാർ. അത് മോഹനൻ കുന്നുമലാവട്ടെ, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ രവീന്ദ്രൻ സാറാവട്ടെ, അതുപോലെ തന്നെ മറ്റുള്ളവരാവട്ടെ, എല്ലാവരും എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുകരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെയാണോ വിദ്യാഭ്യാസ രംഗത്തെ വൈസ് ചാൻസലർമാർ കൈകാര്യം ചെയ്യുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റൊരു രാഷ്ട്രീയ പൊസിഷൻ അല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളല്ല. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ആ പ്രത്യേകത തകർക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വെച്ചുകൊണ്ട് വിജ്ഞാന സഭ എന്ന് പറയുന്ന പരിപാടി RSS മേധാവിയെ കൊണ്ട് നടത്തിക്കുന്നത്. അതിൽ പോയി VC-മാർ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം അല്പത്വം വേറെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീ ഷാജിദ് ഖാൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ